ഹലോ യൂട്യൂബ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പം അറിയാമല്ലോ, നിങ്ങൾ സ്മാർട്ട് ഫോണിൻ്റെ ഒരു ട്രെൻഡ് തന്നെ ആയിരിക്കുന്നു നോച്ച് എന്ന് പറയുന്നത്. നോച്ച് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളവരെല്ലാം ഇറങ്ങുന്ന സ്മാർട്ട് ഫോണിന് ഇപ്പോൾ നോച്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഫോണാവട്ടെ, ഏത് ഫോണായാലും നോച്ചില്ലാത്ത ഡിസ്പ്ലേ ഉള്ള ഏത് ഫോണായാലും നിങ്ങൾക്ക് നോച്ച് ഡിസ്പ്ലേ വയ്ക്കാം. എങ്ങനെയാണെന്നല്ലേ അത് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോണിൽ ഒരു നോച്ചില്ല, നോച്ച് ഡിസ്പ്ലേ അല്ല എൻ്റെ ഫോൺ. അപ്പോൾ നമ്മൾ നോച്ച് എങ്ങനെ വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക. ഒരു ആപ്പിൻ്റെ സഹായം വേണം നമുക്ക് നോച്ച് വയ്ക്കാനായി. നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. എന്നിട്ട് നമുക്ക് സെർച്ച് ബാറിൽ നോച്ച് ഡിസ്പ്ലേ എന്ന് സെർച്ച് ചെയ്യുക. നോച്ച് ഡിസ്പ്ലേ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ആദ്യം കാണുന്ന നോച്ച് ഫോൺ എക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. നോച്ച് ഫോൺ എക്സ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. നല്ല ആപ്പാണ്. ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റിവ്യൂസ് ഡൗൺലോഡ്സ് ഒക്കെ ഉള്ളൊരു ആപ്പാണ്. എനിക്ക് ഈ ആപ്പിനെ വിശ്വസിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോച്ച് വളരെ ഇഷ്ടമാണെങ്കിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഈ ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു പടം കാണിക്കും. ഇതിൻ്റെ ഇൻ്റർഫേസാണ്, അത് മാറുന്നതാണ്. എന്നിട്ട് നമുക്ക് ഈ താഴെയുള്ള ആരോകൾ ഒന്ന് ഞെക്കി കൊടുക്കാം. അതൊരു ആഡായിരുന്നു, സോറി. നമുക്കൊന്നുകൂടെ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇതൊരു ആഡാണ്, ആഡ് മാറ്റാം നമുക്ക്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ നോക്കി കാണാം, ഒരു ചെറിയ നോച്ച് വന്നിരിക്കുന്നു ഇപ്പോൾ എൻ്റെ ഡിസ്പ്ലേയിൽ. നിങ്ങൾക്ക് ഈ നോച്ചിൻ്റെ സൈസ് മാറ്റണമെങ്കിൽ നിങ്ങൾ അടിയിൽ ഒരു ലൈൻ കാണാം, അതിൽ പിടിച്ചിങ്ങനെ തിരിക്കുക. അപ്പം നോച്ചിൻ്റെ സൈസ് മാറിയിട്ടില്ല. അപ്പോൾ അടിയിലൊരു ഇതുണ്ട്, അടിയിലൊരു ലൈൻ, അതിൽ പിടിച്ച് വലിക്കാൻ നോച്ചിൻ്റെ ഡിസ്പ്ലേ മാറില്ല. നമുക്ക് നോച്ചിൻ്റെ കളർ മാറ്റണമെങ്കിൽ നമുക്കിവിടെ അടിയിൽ കറുപ്പ് നിറത്തിലുള്ള ഒരു ലൈൻ കാണാം, അതിൽ പിടിച്ച് ഞെക്കിയാൽ നോച്ചിൻ്റെ കളർ മാറുന്നതാണ്. അതോടെ തന്നെ മുകളിൽ ഇടതുവശത്തും വലതുവശത്തുള്ള എഡ്ജുകൾ കർവ്ഡ് എഡ്ജുകളാവുന്നതാണ്. നിങ്ങൾക്ക് കളർ മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് കളറുകൾ ചൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് കളർ മാറ്റാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി മാറ്റാവുന്നതാണ്. നിങ്ങൾക്കത് മാച്ച് കളയാവുന്നതാണ്. പിന്നെ അതിൻ്റെ ഡാർക്ക്നെസ് കൂട്ടാൻ വേണ്ടി ഈ അടിയിലത്തെ ഈ ലൈൻ ഉപയോഗിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ നോച്ചിൻ്റെ സൈസും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഓപ്ഷനുകൾ ഉപയോഗിക്കുമ്പോൾ. ഇപ്പോൾ ആഡ് വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഫ്രണ്ട് റിയർ എന്നൊക്കെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോച്ചിൻ്റെ സൈസും നോച്ചിൻ്റെ എന്താണെന്ന് വെച്ചാൽ ലെങ്ത്തും അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഓൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ നോച്ചിൽ വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷനുകളുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ. നമുക്ക് സൈഡിലുള്ള കർവ്ഡ് എഡ്ജസ് മാറ്റാം. നമുക്ക് നോച്ച് മാത്രമായിട്ട് വെക്കണമെങ്കിൽ നോച്ച് മാത്രമായിട്ട് വയ്ക്കാം. അല്ലാതെ നമുക്ക് സൈഡിലുള്ള എഡ്ജസ് കർവ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. പിന്നെ അടിയിലുള്ള ലൈനുകൾ ഞെക്കിയാൽ നോച്ചിൻ്റെ സൈസും കളറും അതൊക്കെ മാറ്റാവുന്നതാണ്. ഈ ഓൺ എന്ന ബട്ടൺ ഞെക്കിയാൽ നോച്ച് വരും, പിന്നെ ഓഫിൽ ഞെക്കിയാൽ നോച്ച് പോവും. ഇപ്പോൾ ഓൺ ചെയ്താൽ നോച്ച് ഇപ്പോൾ മുകളിൽ വരുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല ആപ്പാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നോച്ച് ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നോച്ച് ഉള്ള ഡിസ്പ്ലേ പോലെ ഉപയോഗിക്കുക. നിങ്ങളുടെ പഴയ ഫോണാണെങ്കിൽ കുറച്ച് ഒരു ആഡംബരം കാണിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ ഇത് നോച്ച് നമ്മൾ ഈ ആപ്പിലൂടെ ഉണ്ടാക്കുന്നതാണെന്നും മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ സാധ്യത കുറച്ച് കൂടുതലാണ്. കാരണം ഇത് കണ്ടാൽ ഒരു റിയൽ നോച്ചാണെന്ന് തോന്നുന്നില്ല, എന്നാലും നോച്ച് ഡിസ്പ്ലേ ആയി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, ഉപയോഗിച്ച് നോക്കുക. ഇഷ്ടപ്പെടാൻ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ യൂട്യൂബ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.